അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മളുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടി കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറമ്പിൽ കൂടെയാണ് നടന്നു പോകുന്നത് ഗൈസ്. പാലത്തിൽ കൂടെയൊക്കെയാണ് നമുക്ക് പോവേണ്ടത്. ഈ ഒരു കുഞ്ഞിപ്പാലം കയറി വേണം പോവാൻ. അതെ, പോകുന്നത് ഈ കാടിൻ്റെ നടുക്കേ കൂടിയാണ് നമ്മൾ പോകുന്നത്. പാമ്പൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, നോക്കിയും കണ്ടും വേണം പോവാൻ. ഗൈസ്, ഇത്രയും കാടുണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഇനിയും ഈ കാടുകളൊക്കെ താണ്ടി പോകണം. നമ്മൾ കറിക്ക് വേണ്ടി കാടെല്ലാം തേടി പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളുടെ സ്ഥലത്താനായിട്ടുണ്ട്. അവിടെ 2-3 പേര് മീൻ പിടിക്കുന്നുണ്ട്. ഇനി നമുക്ക് അവിടം വരെ എത്താനുണ്ട്. നമുക്ക് പയ്യെ നടന്നു പോവാം ഗൈസ്. അപ്പോൾ ഈ പുഴയിൽ നിന്നാണ് നമ്മൾ മീനെ പിടിക്കുന്നത്. നല്ല വെയിലുണ്ട് ഇവിടെ ഈ സമയമായപ്പോഴേക്കും. അയ്യോ, ബാക്കിൽ പൊന്നുണ്ട്. യെസ്, ഇവിടെ ഇപ്പോൾ വെള്ളപ്പറ്റാണ് ഗൈസ്. ഇതാണ് നമ്മളുടെ പുഴ. ഇവിടെ ഇപ്പോൾ വെള്ളപ്പറ്റാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നിൽക്കണതിൻ്റെ ചുറ്റും ഇവിടെ പുഴയാണ് ഗൈസ്. പുഴ അപ്പുറത്തും പുഴ ഇപ്പുറത്തും പുഴ. നടക്കൊരു കണ്ടോ, അവിടെ ആൾക്കാരൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡും പുഴയാണ്, മൊത്തം പുഴയാണ്. ഇവിടെ നമുക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു മാടമുണ്ട് ഗൈസ്. ഇവിടെ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ചൂടധികം അനുഭവപ്പെടുന്നില്ല. ഇവിടെ കുറേ പേര് തോട്ടിൽ കക്കയൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളുടെ ആള് ഫസ്റ്റ് വല വീശാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്ക് നോക്കാം ഗൈസ്. യാ മോനെ, വല വിരിഞ്ഞില്ല. ഇപ്പുറത്തോട്ട് വന്നിട്ടും പുഴ, ആ പുഴയുടെ കണ്ടിന്യൂസ് ആണ്. ഇപ്പുറത്തും പുഴ, അപ്പുറത്ത് കണ്ടമാണ് ഗൈസ്. കണ്ടം കെട്ടൊക്കെ പോലെ. പുഴയിലപ്പോൾ ഒരു വലിയ കരിമീനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കൂട്ടായിട്ട് ഇവിടെ 2 പൂച്ചക്കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് അപ്പുറത്തെ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഈ ഒരു പാലം കയറിയിട്ട് വേണം നമുക്ക് പോവാൻ. ചേട്ടൻ ആദ്യം ഓൾറെഡി പോയി. ഇനി നമുക്ക് പൊന്നുവിനെ കടത്തി വിടാം. പൊന്നു പൊന്നു നോക്കി പോണേ, വീണ് കഴിഞ്ഞാൽ ഞാൻ ഇല്ല രക്ഷിക്കാൻ. ഇപ്പം ചെരുപ്പ് ഊരിട്ടൊക്കെയാണ് കയറി പോകുന്നത്. പൊന്നു സാഹസികമായി കടന്ന് അപ്പുറത്തെത്തിയിട്ടുണ്ട്. അടുത്തത് ഞാനാണ് ഗൈസ്. അടുത്തത് ഞാനാണ് പോണത് ഗൈസ്. ഞാൻ ചെരുപ്പൊന്നും ഊരിയില്ല, ചെരുപ്പ് ഊരാണ്ട് തന്നെയാണ് ഞാൻ പോയത്. യെസ്, അതെ, പൊന്നു തന്നെ അവിടെ ഡയറക്ഷൻസ് തന്നെയാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ ഇപ്പുറത്തെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ഗൈസ്, ദേ ആ ഗായ്, അവിടെ നിറച്ചും കൊതുകല്ല, കൊക്കുകളുണ്ട്. ഇനി നമ്മളുടെ ഡെസ്റ്റിനേഷൻ അങ്ങോട്ടാണ് ഗൈസ്. നമുക്ക് പയ്യെ അങ്ങോട്ടേക്ക് നടക്കാം. കല്ലുമണി ഇട്ടേക്കണേ. നമുക്കിന്നൊരു പുതിയ അതിഥിനെ കിട്ടിയിട്ടുണ്ട്. ഞണ്ടാണ് ഗൈസ്. നോക്കൂ ഗൈസ്, ഞണ്ടിനെ കിട്ടി നമുക്ക്. പുന്നുണ്ടാവൂലേ ഗൈസ്? നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഇവിടെ മീൻ വളർത്തുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒടുക്കത്തെ ചൂടാണ്. യെസ്,
വല കല്ലുമ്മ കുടുങ്ങിയോണ്ട് തന്നെ ചേട്ട എടുക്കുകയാണ്. ചേച്ചിയാണെങ്കിൽ ഈ വല കയറ് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ലൊരു സീൻ, നല്ലൊരു വൈബ് സ്ഥലമാണ്. സഹിക്കാൻ വയ്യാത്തോണ്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഭയങ്കര വെയിലെന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി. നമ്മൾ നടന്ന് ഒരു റോഡ് എത്തി. ഇവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. അപ്പം ഇതാണ് ആ വ്യൂ. ഇനി നമ്മൾ വേറൊരു പാലം കയറി അപ്പുറത്തെ സൈഡിലോട്ട് പോവുകയാണ്. പൊന്നു വെയിൽ കൊണ്ട് ക്ഷീണിച്ച് അവശതയായി. നമുക്ക് ചാടി അപ്പുറത്തോട്ട് വീണാൽ രസിക്കാനറിയില്ല. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീശലിൻ്റെ പരിപാടി നിർത്തി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും അവശതയായിട്ടുണ്ട്. ഇത്രയും കിട്ടി, നമുക്ക് ഇത്രയും മീൻ ഇപ്പം ഇതിനകത്ത്. അപ്പോൾ നമ്മൾ വീശാൻ പോയി വന്നിട്ട് നമുക്ക് ദാഹിച്ചിട്ട് നമ്മൾ ഷെയ്ക്ക് ഓർഡർ ചെയ്തിട്ട് വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പോൾ നമ്മളുടെ ഷെയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ഇപ്പം തന്നെ വെയിലാണ് അടിക്കണത്. ഉച്ചയായി. ഇനി നേരെ പോയി കുളിക്കുക, ചോറ് കഴിക്കാം. കേക്ക് കുടിച്ച് കഴിച്ചങ്ങൾ ഗൈസ്. ഇതാണ് നമ്മളുടെ കുട്ടൻതുരുത്ത് ഗൈസ്. ഹലോ, സുഭാഷിന്റെ അവിടെ എത്തി ഗൈസ്. ഇതാണ് നമ്മളുടെ കുട്ടൻതുരുത്ത് റോഡ്. ഇതാണ് ഗൈസ് നമ്മളുടെ സുഭാഷിന്റെ കട. ഒട്ടക്കടയാണ് ഗൈസ്. കേറരുത് ഗൈസ്. ഇതാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു മന്ദിരം. ഈ പറമ്പിലാണ് ഗൈസ് നമ്മൾ പണ്ട് ക്രിക്കറ്റ് കളിക്കാൻ വന്നുകൊണ്ടിരുന്നത്. ഇതൊക്കെ നമ്മളുടെ പപ്പന്റെ സ്ഥലങ്ങളാണ്. ഇതാണ് എന്റെ പുതിയ വീട് വെക്കാൻ പോകുന്നത്. ഇവിടെയാണ് പൊന്നൂന്റെ ഒക്കെ വീട് വെക്കാൻ പോണത്. ഇതൊക്കെ നമ്മുടെ പപ്പമ്പടത്തെ വീടാണ് ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് മീ. അപ്പൊ നമ്മളുടെ വീട്ടിൽ എത്താനായി.